ആപ്കി അദാലത്തിൽ ബീന രമാണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ ജെസിക ലാൽ മർഡർ കേസിൽ സാക്ഷികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ബീന നിറയെ മാഗസീൻസിലും ന്യൂസ് പേപ്പറിലും ഒക്കെ എന്താ എഴുതിയിരുന്നെന്ന് വെച്ചാ പോലീസിന് ഇൻഫോം ചെയ്യുന്നതിൽ താമസം ഏർപ്പെടുത്തി കൊല സംഭവിച്ച് ഏകദേശം 45 മിനിറ്റിന് ശേഷവും പോലീസിന് ഇൻഫോം ചെയ്തിട്ടില്ല. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ഷാഹിദ് മുൻഷി ഓടി വന്നിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസിന് ഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പോലീസിന് അദ്ദേഹം ആദ്യമായിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്ന് ഇവനാണവൻ. അദ്ദേഹം പറഞ്ഞു ബീന രമണിയാണ് കോൾ ചെയ്യാൻ പറഞ്ഞതെന്ന്. അദ്ദേഹം പെട്ടെന്ന് ഓഫീസിന് പുറത്തിറങ്ങിയിട്ട് പോലീസിന് കോൾ ചെയ്തു. മാത്രമല്ല അവിടെയുള്ള നിറയെ ബോയ്സിന്റെയും ഗേൾസിന്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നു. അവരും പോലീസിനെ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചു, സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യണമെന്നും വിചാരിച്ചു. പോലീസിന് ഫോൺ ചെയ്തില്ലെന്ന് പറഞ്ഞത് തെറ്റാണ്. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ എല്ലാരും കോൾ ചെയ്തിരുന്നു. നമ്പർ 100ലേക്ക് കോൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? അവിടെയുള്ളവരൊക്കെ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസിനെ ലേറ്റായിട്ട് വിളിച്ചെന്ന് വെച്ചാൽ കൊലപാതകം സംഭവിച്ച സ്ഥലത്ത് രക്തക്കറയുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജെസിക ലാലിന്റെ മർഡറിന് ശേഷം ആ രക്തക്കറ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. അതായത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ തന്നെ പറഞ്ഞ ഇതിൽ എന്താണ് ലോജിക്കുന്നത്? അതായത് ആർക്ക് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഞാൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഫോൺ ചെയ്ത് ആംബുലൻസിന് കോൾ ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോ ഞാൻ ആ രക്തക്കറയൊക്കെ തുടയ്ക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവോ? താങ്കൾ തന്നെ ഒന്ന് പറയ കാര്യം. ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തോന്നുന്നത്? പിന്നൊരു കാര്യം, അതും താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടേബിൾ ക്ലോത്തിനകത്ത് ചുറ്റിക്കൊണ്ട് പോകുമ്പോ ആ രക്തമല്ല അതിലല്ലേ കാണുക? മൂന്നാമത്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ എടുത്തോണ്ട് വന്ന ആ പയ്യൻ, അവൾ ചുമയ്ക്കുന്ന സമയത്ത് ആ രക്തമൊക്കെ ആ പയ്യന്റെ ദേഹത്തായിരുന്നു. എന്നിട്ട് ആ ഷർട്ട് ഞങ്ങൾ പോലീസിന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു. ഒരുപക്ഷെ എനിക്കെതിരെ കുറ്റം ചാർത്തണമെന്നുണ്ടെങ്കിൽ ഞാനെന്തിനാ തുടയ്ക്കുന്നത്? ഷൂട്ട് ചെയ്തത് വേറൊരാളാണ്, പിന്നെന്തിനാ? അപ്പൊ വേണമെങ്കിൽ ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കുന്നത്? ഇത് ആദ്യം മുതലേ മനസ്സിലാവുന്ന കാര്യമാണ്. ഡിഫൻസ് സൈഡിൽ നിന്ന് നോക്കിയാലും എനിക്കെതിരെ കുറ്റം ചാർത്താനാണ് അവര് കഥയുണ്ടാക്കുന്നത്. കേസ് കോർട്ടിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഷോക്കായിപ്പോയി. എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ആ കുട്ടിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഷൂട്ട് ചെയ്യാൻ വന്നവനെ തടുക്കാൻ നോക്കി. ആ സമയത്ത് ആ രക്തക്കറ തുടയ്ക്കാൻ ഞാൻ എങ്ങനെയാണ് ആലോചിക്കുന്നത്? മനസാക്ഷിയുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവോ? ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ബോയ്സ് ആ കുട്ടിയെ തുണിയിൽ കവർ ചെയ്ത് വെച്ചിരുന്നു. അതാണ് സത്യമായിട്ടുള്ള കാര്യം. പൊതിയാണ് വെളിയിൽ കൊണ്ടുവന്നത്. ഒരുപക്ഷെ രക്തം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് ഡോക്ടറോട് തന്നെ പറയായിരുന്നല്ലോ. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സുരേഷ് ചന്ദ്ര പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. 1999 ഏപ്രിൽ 13 മെഹ്റോളി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഷൂട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഞാൻ ഉടൻ തന്നെ കൗണ്ടർ സൈഡിലേക്ക് പോയപ്പോൾ ജെസിക ലാൽ മാഡം താഴെ കിടക്കുകയായിരുന്നു. അവിടെ നിന്നിരുന്ന ഒരു ഗസ്റ്റ് എന്നോട് തുണിയും വെള്ളവും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എടുത്തുകൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ ഗസ്റ്റ് ജെസിക ലാലിന്റെ മുഖം തുടച്ചു. തറയിൽ രക്തം ചിതറിയിരുന്നു. ഗസ്റ്റ് അത് ക്ലീൻ ആക്കാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തറയിൽ ഉണ്ടായിരുന്ന രക്തം തുടച്ചു. മേ ബി ഉണ്ടായിരിക്കാം, ഇതൊക്കെ സംഭവിച്ചിരിക്കാം. ഞാൻ മനു ശർമ്മയെ ചേസ് ചെയ്ത് ആ ഗേറ്റ് വരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചിരിക്കാം. അതായത് ഒരു ഗസ്റ്റിന്റെ മുഖം തുടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കാം. പരിക്ക് പറ്റിയവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വാഭാവിക കാര്യമല്ലേ? വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതും ഐസ് വെക്കുന്നതും ഒക്കെ നടക്കുന്ന കാര്യമല്ലേ? ഇത് വളരെ നോർമൽ കാര്യമാണ്. പക്ഷെ താങ്കൾ പറഞ്ഞത് തറയിലുള്ള രക്തം ഒരു എവിഡൻസ് ആണ്, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചില്ലെന്നാണ്. ഇല്ല, ആ എവിഡൻസ് ഉണ്ടായിരിക്കാം. പോലീസ് വന്നപ്പോ ആ പ്ലേസ് അവര് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, നോട്ടീസും ചെയ്തിരിക്കണം. പക്ഷെ ഇപ്പൊ 7 വർഷമായിരിക്കുന്നു. ഞാൻ ഇപ്പൊ വേണമെങ്കിലും വിളിക്കാം വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോകത്തെല്ലാം 20 വർഷത്തിന് ശേഷവും ലൂമിനോൾ പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് രക്തക്കറകൾ കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് ആവശ്യമുള്ള സാക്ഷികളെ കണ്ടുപിടിക്കാം. പക്ഷെ ബ്ലഡ് ജെസികയുടെ ബോഡിയിലായിരുന്നു. ബോഡി ഹോസ്പിറ്റലായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് പോലീസ് ആയിരുന്നാലും അവിടെ പോയി നോക്കായിരുന്നു. പിന്നെന്തിനാണ് ഈ ബ്ലഡിന്റെ കാര്യം ഇത്ര ഇഷ്യൂ ആക്കുന്നത്? അതിലൊന്നും ഒരു തരത്തിലുള്ള റെലവൻസും ഇല്ലായിരുന്നു. 2 ഇഷ്യൂസ് ഉണ്ട്. ആദ്യത്തേത് രക്തക്കറ നീക്കം ചെയ്യാൻ ശ്രമിച്ചത്. ചിലർ പറയുന്നു തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന്. രണ്ടാമതായി ജെസിക ധരിച്ചിരുന്ന വസ്ത്രം അത് കാണാതെ പോയിരിക്കുകയാണ്. അങ്ങനെ ഒന്നും കാണാതെ പോയിട്ടില്ല. ഞാൻ ടേബിൾ ക്ലോത്തിലാണ് ചുറ്റി. ഞങ്ങൾ ഡോക്ടർ അലോക് ചോപ്ര ജസ്ലോക് ഹോസ്പിറ്റലിന്റെ ഡോക്ടറാണ്. അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ ഒരു ആക്സിഡന്റ് കാരണം അദ്ദേഹത്തിന്റെ 2 ഷോൾഡറും പരിക്ക് പറ്റിയിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ലൈവിൽ അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഡോക്ടർ അലോക് ചോപ്ര. ഡോക്ടർ സാർ, ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ജെസിക ലാൽ ധരിച്ചിരുന്ന വസ്ത്രം, അതിൽ രക്തത്തിന്റെ കറയുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ കാണാതെ പോയോ? അല്ല, ജെസികയെ കൊണ്ടുവന്ന സമയത്ത്
ഒരു ഷീറ്റ് കൊണ്ടോ അതല്ല ടേബിൾ ക്ലോത്ത് കൊണ്ടോ ചുറ്റിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അതാണ് ഈസി ആയിട്ട് ഒരാളെ കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ല വഴി. അവര് ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അവര് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവരുടെ വസ്ത്രങ്ങളിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊരു അവസ്ഥയിലാണ് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് ആരും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചില്ല. ആ ഷീറ്റോ ആ ടേബിൾ ക്ലോത്തോ അവരെ ചുറ്റിയിരുന്നത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ബീന രമണി അവരെ എങ്ങനെയാണോ കടത്തിക്കൊണ്ടു വന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ് അവരവിടെ നിന്നത്. ഡോക്ടർ ചോപ്ര അവരെ ആ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്നപ്പോൾ അവർ രക്ഷപ്പെടുമെന്നുള്ള വല്ല വിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നോ? താങ്കളുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് അയച്ചത്? അവരെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു എന്ന് വേണം പറയാൻ. അതിനെ സർക്കുലേറ്ററി ഫെയിലിയർ എന്നാണ് പറയുക. പൾസും ബ്ലഡ് പ്രഷറും മെഷർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ശ്വസിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ടെക്നിക്കലി അവര് ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ബ്രെയിൻ ഡെത്തും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവരപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാലും ആ സമയത്ത് പറ്റാവുന്നത്ര ഞങ്ങൾ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അവരുടെ ലങ്സിലേക്ക് ഞങ്ങൾ ട്യൂബ് ഇട്ടു, പിന്നെ ബ്ലഡ് കൊടുത്തു, പൾസും ബ്ലഡ് പ്രഷറും കൂട്ടാനായിട്ട് ചില കെമിക്കൽസ് കൊടുത്തു. സർജൻസിനെയും ന്യൂറോ സർജൻസിനെയും പെട്ടെന്ന് വരുത്തിച്ചു. ഇഞ്ചുറി അസസ് ചെയ്യുന്നതിനായി കാറ്റ് സ്കാനും ചെയ്തു. ആ കാറ്റ് സ്കാൻ ചെയ്തപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഇങ്ങനെയുള്ള പരിക്കുകൾ പറ്റിയ ജീവൻ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. ആ സമയത്ത് ജെസിക്കയുടെ പാരൻസ് വന്ന് അപ്പോളോയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ അതിനെക്കൊണ്ടും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ആ സിറ്റുവേഷൻ വളരെ എമോഷണൽ ആയിരുന്നു. അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങളും അതിന് സമ്മതിച്ചു. ഡോക്ടർ സാർ, ഇവിടെ പബ്ലിക് ധാരാളം പേര് വന്നിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഡോക്ടറിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? എങ്കിൽ ചോദിക്കാം. താങ്കൾ ചോദിക്കുന്നുണ്ടോ? ഓക്കെ സാർ, ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്റെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങൾ ഡോക്ടർ ആയിരുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നു. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സത്യം എങ്ങനെ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആദ്യം തന്നെ ഞാൻ ചില സത്യങ്ങൾ ക്ലിയർ ചെയ്തേക്കാം. രണ്ടാമതായി, ഓരോ സത്യത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന്, ഡിഫൻസ് ലോയേഴ്സ് ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താണെന്നാൽ, വസ്ത്രത്തിൽ എത്രമാത്രം രക്തക്കറകൾ ഉണ്ടായിരുന്നു എന്ന്. അവരുടെ ഡ്രസ്സ് വൈറ്റ് കളറിലായിരുന്നോ, അതല്ല അവർ വൈറ്റ് ഷോർട്സ് ധരിച്ചിരുന്നോ, ഷോർട്സിൽ തന്നെ അത് ഡെനിം ഷോർട്സ് ആയിരുന്നോ, അതല്ല വേറെ ഷോർട്സ് ആയിരുന്നോ, എത്ര ആർട്ടറീസ്, എത്ര വെയിൻസ്, എത്ര കെപ്പിലറീസ് ഡാമേജ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം വിട്ട്, അതായത് വേറെ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നാൽ, അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. അതായത് ഇതിൽ ഇനിയും കുറേ പേര് ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ബീന രമണിയെ പോലെയുള്ള ചിലർ അവരെ കൊണ്ട് പറ്റാവുന്നത്ര സഹായം ചെയ്യാനായിട്ട് അവർ വിചാരിച്ചു. ജെസിക്ക എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവർ വിചാരിച്ചു. അവര് നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ആ ഒരു കാര്യത്തെ നിങ്ങൾ സംശയിക്കാതിരുന്നാൽ വളരെ നന്നായിരുന്നേനെ. ഡോക്ടർ ചോപ്ര, വളരെ നന്ദിയുണ്ട്. താങ്കൾ ലൈവിൽ വന്നതിന് വളരെ നന്ദി. മാം, ഇപ്പോൾ ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. താങ്കൾക്ക് സപ്പോർട്ടായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ താങ്കൾക്ക് തന്നെ അറിയാം, താങ്കൾ ഇപ്പോഴും ആ സംശയദൃഷ്ടിക്കുള്ളിലാണ് ഉള്ളത്. എന്താന്ന് വെച്ചാ, ഈ ഡിഫൻസിലുള്ളവരൊക്കെ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഇതിനു മുമ്പുള്ള പല കേസുകളിലും സാക്ഷികൾ വളരെയധികം പേടിച്ച് എവിടെയെങ്കിലും ഓടിപ്പോവും. അവരൊരിക്കലും വരില്ല. ഇപ്രാവശ്യം അവര് സാക്ഷികളെ ഭയപ്പെടുത്താനായി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അവരുടെ വായിന്നൊന്നും വീഴാതിരിക്കാൻ. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവര് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ആൾക്കാരല്ലേ, അവര് വലിയവരും. അവരുടെ കോണ്ടാക്ട്സും റീച്ചെല്ലാം വളരെ ദൂരത്തിലുള്ളതാ. ദൈവാനുഗ്രഹം കൊണ്ടാ ഞങ്ങൾ ജീവനോടെ ഉള്ളത്. എന്നാലും അവസാനം വരെ ഞങ്ങൾ പോരാടും. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. ബീന, നിങ്ങളിപ്പോ താങ്കൾ ഏത് രീതിയിലുള്ള കഷ്ടങ്ങളാണ് അനുഭവിച്ചത്? താങ്കൾ ഒരു സാക്ഷിയാണ്. താങ്കൾ കോടതിയിലേക്ക് പോയി ഈ സാക്ഷിയായിട്ട് നിൽക്കുന്നത് വളരെയധികം കഷ്ടമുള്ള കാര്യം. വളരെ കഷ്ടമാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സപ്പോർട്ട് ആവശ്യമാണ്, പക്ഷെ ഞങ്ങൾക്കത് കിട്ടുന്നില്ല. ഈ 7 വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലി എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയില്ല. അത് പറയാൻ എനിക്ക് വാക്കുകളില്ല. ദൈവം മാത്രം ഞങ്ങൾക്ക് തുണയായിട്ടുള്ളൂ. മറ്റെല്ലാം ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമേ തുണയുള്ളായിരുന്നു. ഈ രാജ്യത്തെ സത്യസന്ധമായിട്ടുള്ള സാക്ഷികളോട് പോയി ചോദിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും.
മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലുള്ള സാക്ഷികളെ ഹീറോ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ മാത്രമാണ് അവർക്ക് ശിക്ഷ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത്. സാക്ഷിയാവുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ. അതുമൂലം ആ കുടുംബം എത്രത്തോളം ബാധിക്കപ്പെടുന്നു എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞങ്ങൾ ജെസിക്കയ്ക്ക് നീതി കിട്ടുന്നത് വരെ അവസാനം വരെ പോരാടും. ഞങ്ങളുടെ കൂടെ ആരുണ്ടാവുന്നു ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ബീന, അവര് വളരെ പവർഫുൾ വ്യക്തികളാണെന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും അവരുടെ അടുത്ത് വളരെയധികം പവറുണ്ട്. ആരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയ ബലമുണ്ട്, പണത്തിന്റെ ശക്തിയും കൂടുതലാണ്. ഈ രാജ്യത്തെ എന്തോ അവർക്ക് വിലയ്ക്ക് വാങ്ങാൻ ഞങ്ങൾക്കതില്ല. ഞങ്ങളുടെ കൈ സത്യം മാത്രമേ ഉള്ളൂ. ഈ സത്യസന്ധത അവസാനം വരെ ഞങ്ങൾ കൊണ്ടെത്തിക്കും. ഈ സത്യസന്ധതയായിരിക്കും ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് അവസാനം വരെ. പക്ഷേ ഈ രാജ്യത്തുള്ള ജനങ്ങൾ താങ്കൾക്ക് സപ്പോർട്ടായിട്ട് വരുമെന്നുള്ള കാര്യം എന്തുകൊണ്ട് താങ്കൾ ഓർത്തില്ല? ഇല്ല, തുടക്കം മുതലേ കണ്ടുകഴിഞ്ഞ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പരത്തിയത്. അത് കേട്ടപ്പോ തന്നെ ഷോക്കായിപ്പോയി. ഇതെല്ലാം ആര് വിശ്വസിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അതിനുശേഷം എല്ലാ ന്യൂസ് പേപ്പറിലും ഇത് കോപ്പി അടിച്ച് എഴുതാൻ തുടങ്ങി. ഞാൻ എന്റെ ലോയറോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ സത്യമൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു കേസ് കോടതിയിലുള്ളപ്പോ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന്, ജഡ്ജസിനെ റെസ്പെക്ട് ചെയ്യണമെന്നും സംസാരിക്കാൻ പാടില്ലെന്നും. സോ അക്കാര്യം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ആ സത്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഞാൻ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ അല്ല. എന്നെ കണ്ട അതുപോലെ ചെയ്യുന്ന ആണെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല ഇതിൽ ഒരു ലോജിക്കും ഇല്ല. ബുദ്ധിയില്ലാത്തവർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഇതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് രക്തക്കറ തുടച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നത്? നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിക്ക്, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എനിക്ക് ഈ വിഷയത്തിൽ ഇനി എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ശരി, ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് താങ്കൾ. ഞാൻ പറഞ്ഞു വരുന്നത് ബീന റമാണിയെ പോലുള്ള ആളുകൾ നമ്മുടെ സമുദായത്തിലുള്ളതുകൊണ്ടാണ് 7 വർഷത്തിനു ശേഷം പോലും ജെസികയ്ക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. അവർ സ്വാർത്ഥയായി ചിന്തിക്കാതെ നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ആ വിശ്വാസമുള്ളത്. നമ്മുടെ നാട് മുന്നോട്ടു പോകുമെന്നുള്ള വിശ്വാസമുള്ളത്. ഇക്കാര്യത്തിൽ ഇവരെ പോലുള്ള ആളുകൾ നിന്ന് പൊരുതുന്നത് കൊണ്ടാണ് ആ വിശ്വാസമുള്ളത്. താങ്ക് യു. നമ്മൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം, അക്യൂസ്റ്റ് ചെയ്യാതെ. നമ്മൾ എല്ലാവരും അവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കണം.